ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുസ്ലിം ബ്രൈഡ്സിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന വെഡ്ഡിങ് അറ്റയേഴ്സ് ആണ്. നമ്മൾ നോർമലി ഡാർക്ക് ഷെയ്ഡ്സ് ആണ് മുസ്ലിം ബ്രൈഡ്സ് കൂടുതലും ചൂസ് ചെയ്യുന്ന കാണുന്നത്. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൽ ചൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രിറ്റി ലെഹങ്കയാണ് ഈ ഒരു ബ്രൈഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ക്രോപ്പ് ടോപ്പ് ഫുള്ളി എംബലിഷ്ഡ് ആണ്. സ്റ്റോൺ വർക്ക്, ബീഡ്സ് വർക്ക് എല്ലാം കൊടുത്തിട്ട്, അതുപോലെ തന്നെ സ്കേർട്ടാണെങ്കിലും ഫുള്ളി എംബലിഷ്ഡ് ആണ്. ഇനി നമ്മൾ ദുപ്പട്ടയിലോട്ട് വരുവാണെങ്കിൽ ഈ ദുപ്പട്ട ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ദുപ്പട്ട ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തോന്നും രണ്ട് ദുപ്പട്ട ഉണ്ടെന്നാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. കാരണം വൺ സൈഡ് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട് താഴോട്ട്, അതുപോലെ തന്നെ തലയിൽ കൂടെ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ ഒറ്റ ദുപ്പട്ടയാണ് ബാക്കിലോട്ട് കൊടുത്തിട്ട് അത് തന്നെ ഹെയറിൽ കൂടെ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല പ്രിറ്റിയായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ദുപ്പട്ടയുടെ സൈഡിൽ വരുന്ന ആ ഒരു കട്ട് ബീഡ്സിൻ്റെ, ആ ഒരു ഗ്ലാസ് കട്ട് ബീഡ്സിൻ്റെ ഒരു സല്ലി വർക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഫേസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ തന്നെ നല്ല ബോർഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രിറ്റി ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പേസ്റ്റൽ, ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന മാച്ച് ചെയ്ത രീതിയിലാണ് ആ ഒരു ജ്വല്ലറിയും ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി ഗോൾഡായിട്ടൊക്കെ വരുവാണെങ്കിൽ ആ ഒരു ഡ്രസ്സിൻ്റെ തന്നെ ഭംഗി പോവും. പക്ഷേ ഇതിനകത്ത് ഫുൾ നല്ലതായിട്ട് പേസ്റ്റൽ, ആ ഒരു ആൻറ്റീക്ക് കളർ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഗോൾഡുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറ്റയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് അറ്റയറിലോട്ട് പോവാം. ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് ബ്രൈഡൽ സാരി ഔട്ട്ഫിറ്റിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ടീൽ ഗ്രീൻ പേസ്റ്റൽ ഷെയ്ഡ് സാരി ആണ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നോർമലി നമ്മൾ ബ്രൈഡ്സ്, മുസ്ലിം ബ്രൈഡ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഓർഗൻസ സാരിയാണ്. അപ്പം സാരിക്ക് മാച്ച് ചെയ്തിട്ടാണ് അവർ നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. നെറ്റ് അല്ലെങ്കിൽ ജോർജറ്റിൻ്റെ ദുപ്പട്ട. നമ്മളങ്ങനെ ഡിഫറെൻറ്റ് ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റ് ആൻഡ് ഡാർക്ക് ആ ഒരു കളർ കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. ഇതുപോലത്തെ റെയർ ഷെയ്ഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ആ ഒരു മോണോക്രോമാറ്റിക് ഷെയ്ഡ്സിലൂടെ ആണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം. പക്ഷേ ചില ബ്രൈഡ്സ് സ്പെസിഫിക് ആയിരിക്കും അവർക്ക് സെയിം ഷെയ്ഡ് തന്നെ വേണം എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു നെറ്റ് ഫാബ്രിക്കിൽ നമുക്കൊന്നെങ്കിൽ ഡൈ ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം സെയിം കളർ കിട്ടും. പക്ഷേ ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ ഡൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു വേരിയേഷൻസ് വരാനും ചാൻസ് ഉണ്ട്. നമുക്ക് സെയിം ടോണിൽ തന്നെ ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന പോലെ നമുക്ക് ഓർഗൻസ സാരി ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സെയിം ഓർഗൻസ ഫാബ്രിക് തന്നെ ദുപ്പട്ടയായിട്ട് എടുക്കാം. അതും നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമുക്ക് ദുപ്പട്ട ആൻഡ് സാരി സെപ്പറേറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സാരി തന്നെ ഇപ്പം നോർമലി 5.5 മീറ്റർ സാരിയും 2.5 മീറ്റർ ദുപ്പട്ടയാണ് വരുന്നത്. നമുക്ക് സാരി തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 5.5 + 2.5 അങ്ങനെ നമുക്ക് ഒരുമിച്ചെടുത്തും നമുക്ക് ആ ഒരു 8 മീറ്റേഴ്സ് എടുത്ത് നമുക്ക് സാരി ആയിട്ട് ഡ്രേപ്പ് ചെയ്തിട്ട് അത് തന്നെ ഹെയറിൽ കൂടെ ദുപ്പട്ടയായിട്ട് ഡ്രേപ്പ് ചെയ്ത് ലോങ് പല്ലു എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രൈഡിൻ്റെ നല്ലൊരു പ്രിറ്റി ഷെയ്ഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. കാരണം ഈ ഒരു ഓർഗൻസ ഫാബ്രിക്കിനകത്തൂടെ ചെറിയൊരു സ്ട്രൈപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ബോർഡേഴ്സാണ്, സ്കാലപ്ഡ് ബോർഡേഴ്സാണ് വർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദുപ്പട്ടയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോൺ വർക്കിൻ്റെ ഹെവി ബോർഡറും കൊടുത്തിട്ടുണ്ട്. നല്ല പ്രിറ്റി ട്രഡീഷണൽ ജ്വല്ലറിയാണ് മാച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ല യെല്ലോ ഗോൾഡ് അല്ലാത്ത ആ ഒരു സാരിക്ക് കളർ കോമ്പിനേഷന്
മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ലൈറ്റ് ടോൺ വരുന്ന ആൻറ്റിക് ഷെയ്ഡ് വിത്ത് ചെറിയ ചെറിയ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോറൽ ബോർഡേഴ്സിനകത്ത് വരുന്ന കളർ കോമ്പിനേഷനിൽ വരുന്ന സ്റ്റോൺസും ആ ജ്വല്ലറിയിൽ നമുക്ക് റെഡ് ഗ്രീൻ എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അറ്റയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അറ്റയർ നോക്കാം. ഇത് നല്ല പ്രിറ്റി ആയിട്ട് വരുന്ന ചിക്കൻകാരി ഫാബ്രിക്കിനകത്ത് വരുന്ന ഒരു ലെഹങ്ക പാറ്റേൺ ആണ് ഈ ഒരു ബ്രൈഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ നെക്ക് വിത്ത് ഫുൾ സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടാണ് ടോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൂട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. സ്കേർട്ടിലാണെങ്കിൽ ഓൾ ഓവർ ഫുൾ വർക്കാണ്, എംബ്രോയ്ഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. താഴെ ഒരു വലിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ ഹെം പോർഷനിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭംഗി എന്ന് പറയുന്നത് എൻ്റെ ദുപ്പട്ട ഹെയറിൽ കൂടെ ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കാണ് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഓൾ ഓവർ ചിക്കൻകാരി പാറ്റേൺ എന്ന് പറയുന്ന എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് ബ്രൈഡൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്രിറ്റി പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് സാരിയാണ്. അതുപോലെ തന്നെ ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പർ പോർഷൻ, പല്ലു പോർഷൻ ഫുൾ ആ ഒരു ചിക്കൻകാരി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ സാരി വർക്കായിട്ട് ഹെവി ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലീറ്റിലെ പോർഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്ലീറ്റ്സിൻ്റെ വിഡ്ത്ത് വൈസ് ആ ഒരു വിഡ്ത്തിലാണ് ആ ഒരു വർക്ക് ഓൾ ഓവറായിട്ട് വന്നിരിക്കുന്നത്. അപ്പർ പോർഷൻ പ്ലീറ്റ്സിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാരിക്ക് നല്ലൊരു ഹൈലൈറ്റ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഹെയർ ജ്വല്ലറി ആൻഡ് മേക്കപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജോർജറ്റിലാണ് സാരിയിൽ വർക്ക് ഫിനിഷ് വന്നിരിക്കുന്നത്. സെയിം ജോർജറ്റിൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും നല്ല ഹൈലൈറ്റായിട്ട് 4 സൈഡ് സ്കാലപ്പ് ബോർഡേഴ്സിൻ്റെ കൂടെ തന്നെ സ്റ്റോൺ സ്പ്രെഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഈ കാണുന്ന പ്രിറ്റി ആയിട്ടുള്ള പേസ്റ്റൽ പിങ്ക് പീച്ച് ഷെയ്ഡ് വരുന്ന സാരി നോക്കാം. ഈ ഒരു സാരി നെറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾ ഓവർ വർക്കാണ്. സാരി നല്ല ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സാരിയുടെ ബോഡി ഫുൾ ഹെവിയാണ്. അതിൻ്റെ ബോർഡേഴ്സ് നോക്കുവാണെങ്കിൽ സ്കാലപ്പ് ചെയ്ത് ഫ്ലോറൽ പാറ്റേണിൽ നല്ല ഹെവി ആയിട്ടുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള ഫ്ലവർ ബൂട്ടീസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാരി ഹെവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൗസാണ്. ബ്ലൗസും ദുപ്പട്ടയും ഭയങ്കര സട്ടിലായിട്ട് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൗസ് ആണെങ്കിൽ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് കാണുമ്പം തോന്നുന്നതെങ്കിലും ചെറിയ ബോഡിയിൽ വരുന്ന ആ ഒരു ഓൾ ഓവർ വർക്ക്, ഫ്ലോറൽ വർക്ക് ബോഡിയിലും ബ്ലൗസിൻ്റെ ബോഡിയിലും സ്ലീവ്സിൻ്റെ എൻസിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡറും ഓൾ ഓവർ സ്റ്റോൺ പാറ്റേൺസും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻ്റായിട്ട് വരുന്ന ഒരു ഔട്ട്ഫിറ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡെയിലി ഫാഷൻ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണേ. താങ്ക് യു ഗൈസ്. ബൈ.